നിന്റെ ഉച്ചിഷ്ടം സ്വീകരിക്കുന്നവളാണ് ഞാനെന്ന് കരുതിയോടി നീ? ഓ, വലിയ മഹാമനസ്ക. ഭൈരവിയമ്മ അധികാര സ്ഥാനത്തേക്ക് നിന്നെ തിരഞ്ഞെടുക്കുന്നു. നീ അത് സ്ഥാനത്യാഗം ചെയ്ത് ഔദാര്യം പോലെ എനിക്ക് തരുന്നു. അതോടുകൂടി നീ ഈശ്വരമംഗലത്തിന്റെ ദൈവതുല്യാവുന്നു. നിന്റെ ഐഡിയ കൊള്ളാം. ഞാൻ ഈ മാല കഴുത്തിലേക്ക് അണിയിക്കുമ്പോൾ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് അവരവർക്ക് തീരുമാനിക്കാം. മുൻവിധികൾക്ക് ഞാൻ വില കൊടുക്കുന്നില്ല. ഈ മരതകമാലയ്ക്ക് അതിന്റെ പ്രൗഢിയും അന്തസ്സും വരണമെങ്കിൽ ഈ വീടിന്റെ വിളക്കായ സ്ത്രീയുടെ കഴുത്തിൽ വേണം ഇത് കിടക്കാൻ. അതുകൊണ്ട് ഇത് ഞാൻ എന്റെ പാർവതിയമ്മയുടെ കഴുത്തിൽ അണിയിക്കുകയാണ്. എന്റെ അപേക്ഷയാണ്, വേണ്ടെന്ന് പറയരുത്. ഇതിന്റെ അവകാശി സത്യത്തിൽ അമ്മയാ. ഒരധികാരവും എനിക്ക് വേണ്ട. ഈ അമ്മയുടെ അനുസരണയുള്ള മരുമകളായി, എന്റെ ഗൗതമിന്റെ സ്നേഹം അനുഭവിക്കുന്ന ഭാര്യയായി, ഈ നിൽക്കുന്ന പ്രണവിനെ സ്നേഹിക്കാനും ശാസിക്കാനും, വേണ്ടി വന്ന 2 തല്ല് കൊടുക്കാനും അവകാശമുള്ള ചേട്ടത്തിയായി എനിക്കിവിടെ കഴിഞ്ഞു പോണം. അതിനപ്പുറം ഒന്നും വേണ്ട എനിക്ക്. ഓ, വീണ്ടും അപമാനിക്കാൻ വേണ്ടിയാണ് നീ ഇപ്പൊ എന്നെ വിളിച്ചു നിർത്തിയതല്ലേ? കൊള്ളാടി, നന്നായിട്ടുണ്ട്. നിധി ഈ മരതകമാല വേണ്ടാന്ന് പറഞ്ഞ ഉടനെ അത് ഊരി സ്വന്തം കഴുത്തിൽ ഇടുവെന്ന് തീരുമാനിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഇതാരെയും കൊച്ചാക്കിയതൊന്നും അല്ല വസു. ഇതാണ് ഒരു യഥാർത്ഥ മരുമകളുടെ മനസ്സ്. ഏട്ടത്തി ചെയ്തതാണ് ഏറ്റവും വലിയ ശരി. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഏട്ടത്തി. മറക്കത്തില്ലേ ഓണം? ഈ ഒരൊറ്റ ഓണത്തോടെ എല്ലാം അങ്ങ് കഴിഞ്ഞു എന്നാരും കരുതണ്ട. ഒന്നിന്റെ അവസാനമല്ല ഇത്. ഈ വസുന്ധര ആരാണെന്ന് കാണിച്ചു തരാൻ ഞാൻ. റിയലി ഐ എം പ്രൗഡ് ഓഫ് യു നിധി. എന്റെ ഭാര്യയെക്കുറിച്ച് എനിക്കിപ്പോ അഭിമാനം തോന്നുക. എന്തൊരു തീരുമാനം ഇത്. ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ് ഡിയർ. ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും നിധിയുടെ ഈ തീരുമാനം ഒന്നുകൂടി തിരുത്താൻ ഞാൻ. ഈ വീട്ടിൽ അധികാരവും അവകാശവും ആർക്കുമില്ല. എല്ലാവരും തുല്യരാ. മോളി തന്റെ കഴുത്തിലേക്ക് ഇട്ടു തന്ന സ്ഥിതിക്ക് ഇനി ഒരു ചടങ്ങ് കൂടി തീർക്കാനുണ്ട്. ഇനിയും ചടങ്ങോ? അതെന്താ അമ്മേ? ആ മടപ്പെട്ടിയും കൂടി എടുത്തോണ്ട് വാ. ചടങ്ങ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞങ്ങള് വരണ്ടേ? വരുന്നെങ്കിൽ നിങ്ങളും വന്നോളൂ. ആർക്കും എങ്ങും വിലക്കില്ല. വാ. ഈ വീട്ടിൽ ആരും ആരെക്കാളും വലിയവരാവണ്ട. എല്ലാവരും തുല്യരാ. അഭിപ്രായം പറയാനും കാര്യങ്ങൾ നല്ലപോലെ നടത്താനും എല്ലാവർക്കും കടമയുണ്ട്, അവകാശവും ഉണ്ട്. ഈശ്വരമംഗലത്തിന്റെ യഥാർത്ഥ അവകാശിയും അധികാരിയും എന്നും ഈശ്വരൻ തന്നെ ആയിരിക്കണം.
നമ്മളെ വലിയ വലിയ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന, എല്ലാ കാലവും നമ്മളെ കാത്തു രക്ഷിക്കുന്ന ഈശ്വരന് മുന്നിൽ, ഈ കെടാവിളക്കിന് മുന്നിൽ ഇനി എന്നും ഈ അധികാരത്തിന്റെ അടയാളം ഉണ്ടാകും. പ്രാർത്ഥിക്കും മക്കളെ, നന്മ വരുത്തണേന്ന്. എന്തായാലും ഇത്തവണത്തെ ഓണം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഒരുപോലെ പേടിക്കുകയും സങ്കടം തോന്നുകയും ഒടുവില് അതിലേറെ സന്തോഷം തരികയും ചെയ്ത ഓണമാണ് ഇത്തവണത്തേത്. ഭൈരവമ്മയുടെ ആദ്യത്തെ ഒരു വരവ് വെച്ച് നോക്കിയ സത്യത്തിൽ ഞാനൊന്ന് പതറിപ്പോയതാ. ആദ്യം ഭയന്നെങ്കിൽ എന്താ, പിന്നെ എല്ലാം നീ തന്നെ വരുതിയിൽ കൊണ്ടുവന്നില്ലേ? അവസാനം എല്ലാം അനുകൂലമായില്ലേ? ഭൈരവി അമ്മ വന്ന ദിവസം നിനക്കെതിരെ അവരെ തിരിക്കാൻ വസുന്ധരാമ ആടി കൂടെ നല്ല പണി പണിതതാ. പക്ഷെ പിന്നീട് അങ്ങോട്ട് നിന്റെ മറുപണിയില് വസുന്ധരാമ അടി പതറിപ്പോയി. എന്ത് പറയാണെന്ന് പറ. കൃത്യസമയത്ത് നിന്റെ പ്രിൻസിപ്പാളിന് കയറി വിളിക്കാൻ തോന്നിയേക്കുന്നു. അല്ല, പിന്നെ അവര് വിളിച്ചില്ലല്ലോ? വിളിച്ചായിരുന്നോ? ഇതിനിടയില് 1-2 തവണ മാത്രമേ നിർമ്മലാന്റിയെ വിളിച്ചുള്ളൂ. നിർമ്മലാന്റിയുടെ ബ്ലഡ് ടെസ്റ്റിന്റെ ലാബ് റിപ്പോർട്ട് വരാൻ സമയമായിട്ടുണ്ടാവും. നീ എന്താ ആലോചിക്കുന്നേ? അല്ല, പ്രിൻസിപ്പാള് വിളിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചതാ. ഓണമൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഓണം കഴിഞ്ഞതോടെ പ്രണവ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. ഇനി അവന്റെ കല്യാണകാര്യം നമുക്ക് സജീവമായിട്ടൊന്ന് ആലോചിക്കാം. അതൊരു ഭാഗത്ത് നടന്നോളൂ. ഒരു വക്കീലിനെ ഞാൻ ഇതിനിടെ വിളിച്ചിരുന്നു. അവരുടെ ഡിവോഴ്സ് കേസും ഇതിനിടെ മൂവ് ചെയ്യണമല്ലോ. ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ഗൗതം? അതെന്താ നടക്കാത്തത്? ശിവാനി ഒപ്പിട്ട് തന്നിട്ടല്ലേ പോയത്? കുടുംബ കോടതിയാ. ഏത് പേപ്പറിൽ ഒപ്പിട്ട് തന്നാലും ജഡ്ജിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് എനിക്ക് ഡിവോഴ്സിന് താല്പര്യമില്ലെന്ന് ഒരു പെണ്ണ് പറഞ്ഞാൽ അതോടെ നമ്മൾ ഒപ്പിട്ട് വാങ്ങിയ പേപ്പറിനൊക്കെ വെറും കടലാസിന്റെ വിലയെ കാണും. ശിവാനി അങ്ങനെയൊക്കെ ചെയ്യൂ? അത്രയ്ക്കൊരു കമ്മിറ്റ്മെന്റ് പ്രണവിനോട് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കമ്മിറ്റ്മെന്റിന്റെ കാര്യമൊന്നും അല്ല. ശിവാനി ഈശ്വരമംഗലത്തെ മരുമകളായി വന്നത് അവനെ കണ്ടിട്ടുമല്ല. അവളുടെ ലക്ഷ്യം 1 ഇവിടുത്തെ സമ്പത്ത്, 2 എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നതും. അങ്ങനെയുള്ള അവള് അത്ര പെട്ടെന്ന് ഒഴിഞ്ഞു തരുമെന്ന് ഗൗതമിന് തോന്നുന്നുണ്ടോ? ശിവാനിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അവളെ എങ്ങനെയെങ്കിലും മെരുക്കിയെടുക്കാവുന്ന വെക്കാം. എനിക്ക് പേടി പ്രണവിന്റെ കാര്യത്തിലാ. പെട്ടെന്ന് അവൻ അടുത്തൊരു വിവാഹത്തിന് സമ്മതിക്കൂ? ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. അവൻ ഒരുപക്ഷെ സമ്മതിച്ചേക്കില്ല. പക്ഷേ അവനെ സമ്മതിപ്പിക്കുന്ന പരുവത്തിലേക്ക് ഞാൻ എത്തിച്ചോളാം. ഉപദേശിക്കാനാണോ? ഉപദേശിച്ചാലും നിർബന്ധിച്ചാലും ഒന്നും പ്രണവ് വഴങ്ങില്ല. ആ പ്രതീക്ഷ എനിക്കില്ല.